ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആശ്വാസകരമായ പ്രകടനത്തിന് ശേഷം നടന്ന 3 സുപ്രധാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തകർന്നടിഞ്ഞിരിക്കുന്നത്. ആദ്യം ഹരിയാനയും ജമ്മു കാശ്മീരും, ഇപ്പോൾ മഹാരാഷ്ട്രയും. ഏറെ സുപ്രധാനമായിരുന്ന ഈ ജനവിധികളിൽ കോൺഗ്രസ് ഇത്രയ്ക്ക് നിലംപരിശായത് എങ്ങനെയെന്ന് പരിശോധിച്ചാൽ നമ്മൾ എത്തിച്ചേരുക ഏതാണ്ട് സമാനമായ കാരണങ്ങളിലേക്കായിരിക്കും. തിരിച്ചു വരുന്നുവെന്ന് ജനം വിധിയെഴുതിയ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മുത്തശ്ശി പ്രസ്ഥാനം അതേ ജനങ്ങളാൽ തന്നെ തഴയപ്പെടുകയാണോ? ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും അടിത്തട്ടിലെ ജനങ്ങൾക്കിടയിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അതിനെ മൂലധനമാക്കാൻ കോൺഗ്രസിന് കഴിയാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇങ്ങനെ തോറ്റുകൊണ്ടേയിരിക്കുന്നത്? ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ജമ്മു കാശ്മീരിലും കോൺഗ്രസിനെ തോൽപ്പിച്ചത് ഏറെക്കുറെ ഒരേ കാരണങ്ങളാണ്. അമിത ആത്മവിശ്വാസം, ഉൾപാർട്ടി തർക്കം, സീറ്റ് വിഭജന തർക്കം, അങ്ങനെ തർക്കങ്ങളോട് തർക്കങ്ങൾ. ഈ 3 സംസ്ഥാനങ്ങളിലും സഖ്യങ്ങൾ നേരിട്ട പ്രതിസന്ധി തലതൊട്ടപ്പൻ ആര് എന്നതിലെ ഈഗോ ക്ലാഷ് ആയിരുന്നു. ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനി കോൺഗ്രസ് ആണെങ്കിലും പല സംസ്ഥാനങ്ങളിലെയും സാഹചര്യങ്ങൾ അങ്ങനെയല്ല. എന്നിട്ടും സഖ്യസാധ്യതകൾ ആരായുമ്പോൾ കോൺഗ്രസ് പുലർത്തുന്ന ഒരു മേൽക്കോയ്മ സമീപനം മുന്നണിയുടെ കെട്ടുറപ്പിനെ തകർത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനവും ആ സമയത്ത് കോൺഗ്രസിന് അനുകൂലമായി നിന്നിരുന്ന ഒരു തരംഗവുമായിരുന്നു കോൺഗ്രസിനെ ഒരു വിലപേശൽ ശേഷിയിലേക്ക് എത്തിച്ചത്. എന്നാൽ ലോക്സഭയല്ല നിയമസഭ എന്ന് കോൺഗ്രസ് തിരിച്ചറിയുമ്പോഴേക്കും അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നിരുന്നു. പൂർവ്വകാല തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് മോശം പ്രകടനങ്ങൾ നടത്തിയ, എന്നാൽ പ്രാദേശിക കക്ഷികൾക്ക് വലിയ സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ പോലും കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നു എന്നതായിരുന്നു അടുത്ത പ്രശ്നം. കശ്മീരിലും മഹാരാഷ്ട്രയിലുമായിരുന്നു ഈ പ്രശ്നം രൂക്ഷമായത്. 2000-ന് ശേഷം കശ്മീരിൽ കോൺഗ്രസിനൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നെങ്കിലും സീറ്റുകളുടെ എണ്ണം വലിയ തോതിൽ കുറഞ്ഞു വരികയാണ് ഉണ്ടായത്. എന്നാൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ അമിത ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടത് നാഷണൽ കോൺഫറൻസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലെ സീറ്റുകളായിരുന്നു. ഇത് സഖ്യത്തിനുള്ളിൽ തന്നെ വലിയ ചർച്ചകളിലേക്ക് വഴിവെച്ചിരുന്നു. ഫലം വന്നപ്പോൾ 32-ൽ വെറും 6 സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് ജയിച്ചത്. ഹരിയാനയിലും കോൺഗ്രസ് കനത്ത തോൽവിയാണ് നേരിട്ടത്. പ്രാദേശിക കക്ഷികളോടെ പോലും സഖ്യം വേണ്ട എന്ന് തീരുമാനിച്ച് മത്സരിച്ച കോൺഗ്രസിനെ ചരിത്രപരമായൊരു അട്ടിമറിയായിരുന്നു ഹരിയാനയിൽ കാത്തിരുന്നത്. പാർട്ടിക്കുള്ളിലെ ഉൾപ്പോരു കൂടിയായിരുന്നു കോൺഗ്രസിനെ അന്ന് തോൽപ്പിച്ചത്. ഭൂപീന്ദർ സിംഹുടെയും കുമാരി സെൽജിയും സുർജേവാലയും അടക്കമുള്ള നേതാക്കളുടെ മൂപ്പിളമ തർക്കങ്ങൾ ലക്ഷ്യമില്ലാത്തൊരു പാർട്ടിയായി കോൺഗ്രസിനെ മാറ്റിയിരുന്നു. ദില്ലിയിൽ വീശിയ കാറ്റിൽ നമ്മളും തുഴഞ്ഞു പോകുമെന്ന് കരുതി ഗ്രൗണ്ട് റിയാലിറ്റിയെ മറന്ന കോൺഗ്രസ് അനുകൂല സാഹചര്യങ്ങളെ കളഞ്ഞു കുളിച്ച് ഹരിയാനയിലും തോറ്റു. മഹാരാഷ്ട്രയിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. സീറ്റ് വിഭജനത്തിന് മുന്നേ തന്നെ ആര് മുഖ്യമന്ത്രിയാകുമെന്നതിനെ ചൊല്ലിയായിരുന്നു മഹാവികാസ് അഘാഡിയിലെ തർക്കം. ശരത് പവാറിനെ പോലെയോ ഉദ്ധവ് താക്കറയെ പോലെയോ ഒരു ജനകീയ നേതാവില്ലാത്ത 2014-ലെ മോദി തരംഗത്തിന് ശേഷം സീറ്റ് നിലകളിൽ മെച്ചമുണ്ടാക്കാൻ കഴിയാത്ത കോൺഗ്രസും അവകാശവാദം ഉന്നയിച്ചതോടെ ആകെ പ്രതിസന്ധിയായി. സീറ്റ് വിഭജനം പോലും തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാന മണിക്കൂറുകളിലേക്ക് നീണ്ടു. വിമതരുടെ ശല്യം വേറെ. സഖ്യത്തിലും അതിന് പുറത്തും പ്ലാനില്ലാതിരുന്ന കോൺഗ്രസ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ മഹാരാഷ്ട്രയിൽ തകർന്നടിഞ്ഞു. ഇനി വരാൻ പോകുന്നത് ദില്ലിയും ബീഹാറുമാണ്. കോൺഗ്രസിനെയും ഇന്ത്യ സഖ്യത്തെയും സംബന്ധിച്ച് അതീവ പ്രാധാന്യമുള്ള 2 സംസ്ഥാനങ്ങൾ. ആം ആദ്മിയുടെ ശക്തി കേന്ദ്രമായ ദില്ലിയിൽ സഖ്യം ഉണ്ടാകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ബീഹാറിലും വലിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് കോൺഗ്രസ് തയ്യാറാകേണ്ടി വരും. ഹരിയാന, കശ്മീർ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്ന് കൃത്യമായ പാഠങ്ങൾ കോൺഗ്രസ് ഉൾക്കൊള്ളാൻ തയ്യാറായില്ലെങ്കിൽ ദില്ലിയിലും ബീഹാറിലും വലിയ വില കൊടുക്കേണ്ടി വരുമെന്നത് ഉറപ്പാണ്.